ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്മിട്ടൻ ഹോളാണ്. ഞാൻ സ്മിട്ടനിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രൊഡക്ട്സാണ് കാണിക്കാൻ പോകുന്നത്. സ്മിട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് കുറച്ച് ട്രയൽ പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എന്നപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അതിൻ്റെ വലിയ പാക്ക് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇത്രയും പ്രൊഡക്ട്സാണ് ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് ഞാൻ വാങ്ങിയത്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഞാൻ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷാണ്. അടിപൊളി ഫേസ് വാഷാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇതിൻ്റെ വലിയൊരു പാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ രണ്ടാമത്തേത് ഡോട്ട് ആൻഡ് കീൻ്റെ വിറ്റമിൻ സി മോയ്സ്ചറൈസറാണ്. രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിയൊരു പാക്ക് ഞാൻ വാങ്ങി. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റാണ്. അടിപൊളി ഫ്രാഗ്രൻസാണ്, എനിക്കിഷ്ടമായി. അതിൻ്റെ വലുതൊന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഒരു ഐ പെൻസിലാണ്, സ്കെച്ചാണ്. ഇതിന് രണ്ട് സൈഡിൽ ആപ്ലിക്കേറ്റർ വരുന്നുണ്ട്. ഒന്ന് നമ്മൾ സാധാ ലൈൻ ചെയ്യുന്ന തിന്നായിട്ടുള്ള ഒരു ആപ്ലിക്കേറ്ററും അപ്പുറത്തെ സൈഡിലുള്ളതെന്ന് പറയുന്നത് നമ്മൾ ക്യാറ്റയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടാറ്റു എന്നങ്ങനെയാണ് അതിന് പറയുന്നത്. അങ്ങനത്തെ ഒരു സൈഡുമാണുള്ളത്. കുഴപ്പമില്ല, നൈസ് പ്രൊഡക്റ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു മസാജിങ് ക്രീമാണ്. ഇത് എനിക്ക് അങ്ങനെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല, ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് അതുകൊണ്ട് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചത് ഡോട്ട് ആൻഡ് കീൻ്റെ 72 hours ഒരു ജെൽ മോയ്സ്ചറൈസറാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്കിതൊരു എൻ്റെ പോൺസിൻ്റെ മോയ്സ്ചറൈസറൊക്കെ പോലെ ഫീൽ ചെയ്തു. പിന്നെ ഡീടാനിൻ്റെ ഒരു ഫേസ് പാക്കാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ഫേസ് ഭയങ്കര ബേണിംഗ് ഒക്കെ ആയിരുന്നു ഇത് യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് തന്നെ കഴുകി കളഞ്ഞു. അതുകൊണ്ട് ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റല്ല. ഇതിങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല, എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ അനോറിൻ്റെ ലെമൺ സ്ക്രബ്, ലിപ് സ്ക്രബാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, അടിപൊളി പ്രൊഡക്റ്റാണ്. ലിപ്പ് നന്നായിട്ട് എന്താ പറയണ്ടേ, ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റൊക്കെ ആക്കുന്നുണ്ട് ഈ ഒരു ലിപ് സ്ക്രബ്. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലിപ് ബാമാണ്. ലിപ് ബാം റിവോന എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്ട്രോബെറി ലിപ് ബാമാണ്. നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ്, സ്ട്രോബെറീൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് ഭയങ്കര ബാമി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമ്മൾ ചുണ്ടിൽ എന്തോ തേച്ച് ഭയങ്കര വെയിറ്റ് വീഴുന്നു. ഇത് തേച്ചിട്ട് എന്തോ ഒരു സംഭവം നമ്മൾ ലിപ്പിലിട്ടിട്ട് നമ്മൾ വാസ്ലൈനൊക്കെ തേച്ചാലുണ്ടാവില്ല, ആ ഒരു ഫീലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അധികമായിട്ട് യൂസ് ചെയ്തിട്ടില്ല ഒരു പ്രൊഡക്റ്റ്. ലിപ്പിലേക്ക് വേണ്ടിയിട്ട് അധികമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. ഒരു നല്ലൊരു ടിൻ്റാണ്. നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് പകരം ചെറുതായിട്ടൊക്കെ നമുക്ക് ലിപ് കളർ വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ചീക്ക് ടിൻ്റായിട്ടാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്തത്. എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട്, നല്ലൊരു കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് മഹാഗണിയാണ്. നല്ലൊരു പ്രൊഡക്റ്റാണിത്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ജസ്റ്റ് ഹെർബ്സ് നല്ലൊരു ബ്രാൻഡാണല്ലോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഹെയർ സിറാണ്. സീക്രട്ടിൻ്റെ ഒനിയൻ ഹെയർ സിറാണ് അടുത്തതെന്ന് പറയുന്നത്. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മുടി നല്ല സ്മൂത്തൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഗ്രീൻ ആപ്പിൾ ലിപ് സ്ക്രബാണ്, ജസ്റ്റ് ഹെർബ്സിൻ്റെ തന്നെ. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ലിപ്പിലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഡെഡ് സ്കിന്നൊക്കെ പോക്കി നല്ല സ്മൂത്ത് ആക്കുന്നുണ്ട് ലിപ്പ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, ഗ്രീൻ ആപ്പിളിൻ്റെ. എനിക്ക് പഴയ ഏതൊരു മുട്ടായിൻ്റെ ഒക്കെ സ്മെല്ല് ഓർമ്മ വന്ന്. പിന്നെ അപ്പോൾ ഞാൻ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ ട്രയൽ പോയിൻറ്റ്സ് വെച്ചിട്ട് സ്മിട്ടനിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് കൂട്ടിയിട്ടുള്ളത്. എല്ലാം തന്നെ അധികം കുഴപ്പമില്ലാത്ത പ്രൊഡക്ട്സൊക്കെ തന്നെയാണ്. നമുക്കെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അത്രമാത്രം ചെറിയ പ്രൊഡക്റ്റ് ഒന്നുമല്ല, ഒരു 1-2 ആഴ്ചയൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന അത്രയും പ്രൊഡക്റ്റൊക്കെ ഉണ്ട്.